സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സദൃശവാക്യങ്ങൾ അധ്യായം 27 വാക്യം 1. നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്, ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയുന്നില്ലല്ലോ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നാം വായിച്ചു കേട്ട സദൃശവാക്യങ്ങൾ 27 അധ്യായം 1 വാക്യത്തിൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ പലപ്പോഴും നാം പറയുന്നതും ചിന്തിക്കുന്നതും നാം നാളെ വീട് വയ്ക്കാം, അഥവാ വിവാഹം കഴിക്കാം, അഥവാ നമ്മുടെ സ്വപ്ന പദ്ധതികൾ നിറവേറ്റാം, ഇങ്ങനെ പല ആഗ്രഹങ്ങൾ നാം നാളത്തെ ദിവസം ചൊല്ലി ചിന്തിക്കുകയും ആലോചിക്കുകയും പ്രശംസിക്കുകയും ചെയ്യാറുണ്ട്. ഇത് തെറ്റാണെന്നാണ് പരിശുദ്ധാത്മാവ് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവിലൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. നാം നേരത്തെ പറയപ്പെട്ട ഭാവി കാര്യങ്ങൾ ചിന്തിക്കേണ്ട എന്നല്ല, എന്നാൽ അത് സംബന്ധിച്ച് പ്രശംസിക്കുവാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഏതൊരു കാര്യത്തിനും, അഥവാ അത് വിവാഹമാകട്ടെ, ഭവന നിർമ്മാണമാകട്ടെ, ഏതൊരു നല്ല കാര്യത്തിനും മുൻകൂട്ടി ആലോചിക്കുകയും ചിന്തിക്കുകയും തീരുമാനങ്ങളെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. എന്നാൽ ആ വിഷയത്തെ ചൊല്ലി നാം പ്രശംസിക്കുവാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം നാം ചിന്തിക്കുന്നതും തീരുമാനിച്ചതും ആലോചിച്ചതുമായ കാര്യം അത് നടപ്പാക്കി തരുന്നത് ദൈവപ്രവൃത്തിയാണ്. അത് ദൈവഹിതമാണെങ്കിൽ അത് ദൈവം നടത്തിത്തരും. അതുകൊണ്ട് നാം ആ വിഷയത്തെ ചൊല്ലി പ്രശംസിക്കുക അല്ല വേണ്ടത്, പ്രത്യുത പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. നാം പ്രാപിക്കുവാനുള്ള നന്മകൾക്കായി വിശ്വാസത്തോടും പ്രത്യാശയോടും പ്രാർത്ഥനയോടെ കാത്തിരിക്കണം. അതിലുപരിയായി നാം ആഗ്രഹിക്കുന്ന നന്മകളെ ചൊല്ലി, അല്ലെങ്കിൽ ആ നന്മകൾ നമ്മുടെ കയ്യിൽ വരുന്ന ദിവസം ചൊല്ലി നാം പ്രശംസിക്കുവാനായിട്ട് പാടില്ല. കാരണം ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയുന്നില്ലല്ലോ. ഒരു ദിവസത്തിൽ, അതായത് 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് നാം അറിയുന്നില്ല. അതുകൊണ്ടാണ് ശലോമോൻ രാജാവിടെ പറയുന്നത്, നാളെ എന്ന ദിവസത്തെ ചൊല്ലി നാം പ്രശംസിക്കുവാൻ പാടില്ല എന്ന്. പലപ്പോഴും നാം ചെയ്യുന്ന ഈ ഒരു കാര്യം ഇനി മുതൽ അതൊരു പ്രാർത്ഥനാ വിഷയമായി മാത്രമാണ് നാം മാറ്റേണ്ടത്. അതിലുപരിയായി നാം ആ വിഷയം ചൊല്ലി പ്രശംസിക്കുമ്പോൾ ആ പ്രശംസ ദൈവഹിതപ്രകാരം ഉള്ളതല്ല എന്നാണ് വചനം പറയുന്നത്. ഓരോ ദിവസവും നാം ദൈവനാമഹത്വത്തിനു വേണ്ടി ആഗ്രഹിക്കുക, ആലോചിക്കുക, ചിന്തിക്കുക, പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, ഇത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. എന്നാൽ നാം ഭൗതിക നന്മകളെ ചൊല്ലി, ഭൗതിക കാര്യങ്ങളെ ചൊല്ലി, ഭൗതികമായി ഉയർന്നത് ചൊല്ലി നാം സ്വപ്നം കാണുകയും അതിലുപരിയായി ആ നാം ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ കരങ്ങളിൽ എത്തിച്ചേരുന്ന ദിവസത്തെ ചൊല്ലി പ്രശംസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്നല്ല. കാരണം അത് നമ്മുടെ കരങ്ങളിൽ എത്തുമോ, ആ നന്മ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുമോ എന്ന് നാം അറിയുന്നില്ല. നാം അറിയാത്ത കാര്യങ്ങളെ ചൊല്ലി, അഥവാ ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസമോ കഴിഞ്ഞിട്ട് സംഭവിക്കുവാനുള്ള കാര്യങ്ങളെ ചൊല്ലി നാം നേരത്തെ പ്രശംസിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പ്രശംസയ്ക്ക് പകരം പ്രാർത്ഥനയാണ് ആവശ്യമായിരിക്കുന്നത്. നാം ആഗ്രഹിക്കുന്ന ഓരോ വിഷയത്തെ ചൊല്ലിയും നാം പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവഹിതത്തിനായി ദൈവകരങ്ങൾ ആ വിഷയത്തെ സമർപ്പിച്ചുകൊണ്ട് കാത്തിരിക്കുക അത്രേ ചെയ്യേണ്ടത്. അങ്ങനെ നാം പ്രാർത്ഥനയോടെ ദൈവഹിതത്തിനായി പ്രതീക്ഷയോടെ കാത്തിരുന്നാൽ ദൈവം അനുവദിച്ചാൽ നാം ആഗ്രഹിക്കുന്ന ആ നന്മ, ആ ഒരു അനുഗ്രഹം, ആ ഒരു ആശീർവാദം, അത് ഭവനമാകട്ടെ, കുടുംബജീവിതമാകട്ടെ, ജോലിയാകട്ടെ, നാം ആഗ്രഹിക്കുന്ന ഏതൊരു വിഷയവും ഈ പട്ടികയിൽ കൂട്ടിച്ചേർക്കാം. അത് നമ്മുടെ കരങ്ങളിൽ എത്തുവാനിടയാകും. അതുകൊണ്ട്
പ്രാപിക്കുവാനുള്ള നന്മയെ ചൊല്ലി പ്രശംസിക്കുകയല്ല, പ്രത്യുത പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. കൃപയേറും കർത്താവിലെൻ വിശ്വാസം, അതിനാൽ ഹൃദയെന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയുമീ ഭൂവാസം കൃപയാൽ മനോഹരമാ. ദുരിതങ്ങൾ നിറയുമീ ഭൂവാസം കൃപയാൽ മനോഹരമാ. കൃപ കൃപ ഒന്നെന്നാശ്രയമായി, കൃപ കൃപ ഒന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും. ഇരുൾ പാതയിൽ അനുദിനം ഒളി നൽകും കൃപയൊന്നെന്നാശ്രയമാ. ഇരുൾ പാതയിൽ അനുദിനം ഒളി നൽകും കൃപയൊന്നെന്നാശ്രയമാ. കൃപ കൃപ ഒന്നെന്നാശ്രയമായി, കൃപ കൃപ ഒന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും.